കുറേ കാലമായി നമ്മുടെ യുവ നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച രാഹുലിനെതിരെ ഏറ്റവും ഒടുവിൽ ഉയർന്നിരിക്കുന്നത് സ്ത്രീ പീഡന ആരോപണങ്ങളാണ്. സോഷ്യൽ മീഡിയയിലൂടെ മുഖമില്ലാത്ത ആളുകൾ രാഹുലിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. മാധ്യമപ്രവർത്തകയായ ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നും പിന്നീട് കാലുമാറി എന്നും ഒക്കെയാണ് പ്രചരണം. ഇതിനു മുമ്പ് വ്യാജരേഖയുണ്ടാക്കി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി എന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കാലത്ത് നീലപ്പെട്ടിയിൽ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെ ആരോപണ വിധേയനാണ് ഏത് സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ രാഹുൽ മാത്രമല്ല, വേടനും ആരോപണ വിധേയനാണ്. കാരണം വേടൻ ജനസാമാന്യത്തെ സ്വാധീനിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ആരാധനാപാത്രമായി മാറിയിരിക്കുന്ന വേടൻ ഒരു ഡോക്ടർ വനിതയെ പീഡിപ്പിച്ചു എന്ന പരാതി കോടതിയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പരാതി ഇതുവരെ ഉയർന്നിട്ടില്ല, കോടതിയിലെത്തിയിട്ടുമില്ല. എന്തായാലും സെലിബ്രിറ്റികളായ ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഉയർന്നു വരുന്നത് സ്വാഭാവികമാകാം. പക്ഷേ അത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ കൊണ്ടാടുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന അതിജീവിതമാർ അവർ മനുഷ്യരാണ്, അവരുടെ സ്വകാര്യതയുണ്ട്. അവരുടെ സ്വകാര്യത നശിപ്പിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഒരിക്കലും നടത്തരുത്. ഇപ്പോൾ സ്ത്രീപീഡന കാര്യത്തിൽ, അവിഹിത ഗർഭത്തിൻ്റെ കാര്യത്തിലെല്ലാം ഒച്ചപ്പാട് ഉയർത്തുന്ന ഈ CPM നേതാക്കളെക്കുറിച്ച്, പാർട്ടിയെക്കുറിച്ച് അതിൻ്റെ ഉന്നത നേതാവായിരുന്ന VB ചെറിയാൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒരു പാർട്ടി കമ്മിറ്റിയിൽ വനിതാ പ്രവർത്തക, വനിതാ അംഗം ഒരു ആരോപണം ഉന്നയിച്ചു. താൻ ഗർഭിണിയാണെന്നും തന്നെ പീഡിപ്പിച്ചത് പാർട്ടി സെക്രട്ടറിയാണ്, ഏരിയ സെക്രട്ടറിയാണ് എന്നുമായിരുന്നു ആരോപണം. അങ്ങനെ കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് കണ്ടെത്താനാണ് കമ്മീഷനെ നിയോഗിച്ചത്. അങ്ങനെ ആ കമ്മീഷൻ തെളിവെടുത്തു. ഏരിയ സെക്രട്ടറി നിരപരാധിയാണെന്നും യുവതി ഗർഭിണിയല്ല എന്നും കമ്മീഷൻ റിപ്പോർട്ട് നൽകി. പക്ഷേ 10 മാസം തികഞ്ഞപ്പോൾ യുവതി പ്രസവിച്ചു. അപ്പോൾ അവർ പറഞ്ഞ പരാതി ശരിയായിരുന്നു. അപ്പോൾ പാർട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ യുവതിക്കെതിരെ നടപടിയെടുത്തു. ഇതാണ് നമ്മുടെ നീതിബോധം. നമ്മെ ഭരിക്കുന്ന, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നീതിബോധം ഇതാണെന്ന് ഒരു സംഭവ കഥയിലൂടെ പറഞ്ഞത് നിസ്സാരക്കാരനല്ല, CITUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി വരെ ആയിരുന്ന VB ചെറിയാനാണ്. അദ്ദേഹം വിഭാഗീയതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോവുകയും മാറി നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് അദ്ദേഹം പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനുകളുടെ ഒരു അർത്ഥമില്ലായ്മയെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് ഈ കഥ പറഞ്ഞത്. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ഇപ്പോൾ രാഹുലിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കും എല്ലാം ബാധകമാണ്. കാരണം നമ്മൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നത്, ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ്. കാരണം സ്വകാര്യത എന്ന് പറയുന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതനുസരിച്ച് അവർ ജീവിക്കട്ടെ. പരാതി ഉള്ളവർ നിയമപരമായി പോലീസിനെയോ കോടതിയെയോ ഒക്കെ സമീപിക്കുകയാണ് മാന്യത. നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തേണ്ട ഒരു മിനിമം മര്യാദ, തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ മാത്രം അസഹിഷ്ണുത കാണിക്കുന്ന മാധ്യമങ്ങൾ, പത്രാധിപന്മാർ, യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും അവൻ്റെ സ്വകാര്യത വളരെ വലുതാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ പലപ്പോഴും ഇത്തരം സ്വകാര്യ വേട്ടയാടലുകൾ അവസാനിക്കും.